ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ജുംക്ക എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ ഈസിയാണ്, പക്ഷെ കുറച്ച് പണിയാണ്. എങ്കിലും ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റഡല്ല, ഇത് നമുക്ക് ഇൻവിസിബിൾ ചെയിനായിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് ഞാൻ സ്റ്റഡായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഐപ്പിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് കയറ്റി കൊടുക്കുക ആ ഹോളിലൂടെ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേനും നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. പിന്നെ അതാണെങ്കില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് വാക്സ് ഷീറ്റില്ലേ, അത് കുഞ്ഞായിട്ട് മുറിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോഴത്തേനും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും. എന്നിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റഡിൻ്റെ പുറകിലത്തെ സാധനം ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റഡിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അത് ഇനി ഉണങ്ങാൻ വേണ്ടി നമുക്ക് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് ജുംക്ക. കസ്റ്റമർക്ക് ചെറിയ ജുംക്ക മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചെറുതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് തപ്പലുണ്ട്. ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഓൺ വോയിസിൽ, അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റുകളൊക്കെ ക്ഷമിച്ച് തരിക. അത് കഴിഞ്ഞ് ഈ ലോറിയൽ എടുത്തിട്ട് അതിലേക്ക് ഈ ക്രിസ്റ്റൽ ബീഡ് കയറ്റി കൊടുത്ത് ആ ഹോളിലൂടെ, ജുംക്കയുടെ ഹോളിലൂടെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരളവ് കിട്ടുമല്ലോ. അതായത് നമുക്കൊരു ഐഡിയ കിട്ടും അളവ്. ആ അളവിൽ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. ശ്രദ്ധിക്കണം, എല്ലാ അളവുകളും ഒരേപോലെ വരണം, എന്നാലേ നമുക്ക് കാണാനൊരു ഭംഗി കാണത്തുള്ളൂ ജുംക്ക കേട്ടോ. ഇത് ഞാനിപ്പം ചെറുതായിട്ടും മുന്നോട്ടും ആയിട്ട് വെച്ചിരിക്കുക. കാരണം ജുംക്ക കുറച്ചൊരു യു ഷേപ്പിലാണ്, അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുന്നതാണ് ഭംഗി. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ മറ്റേ സാധാരണ വട്ടമുള്ളതാണ് എടുക്കുന്നതെങ്കിൽ കറക്റ്റ് അളവിൽ ചെയ്തെടുക്കണം, എന്നാലേ അത് കാണുമ്പോൾ, അതായത് അകലെ നിന്നൊക്കെ കാണുമ്പോൾ ഭംഗി അങ്ങത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ്, പക്ഷെ കുറച്ച് എന്ന് വെച്ചാൽ പാടല്ല, കുറച്ച് സമയമെടുത്താണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇനിയും കാണണമെങ്കിൽ ബെല്ലൈക്കണും അമർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യമായിട്ടാണ്, അപ്പോൾ കുറേ വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക, കൂടെ കൂട്ടുക. ഇതിപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ആദ്യം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം, അല്ല ഓൺ വോയിസ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. എന്നിട്ടും ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു ഓൺ വോയിസ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് കരുതി അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പം കുറച്ച് തപ്പലുണ്ട്, എങ്കിലും ഞാൻ കുറച്ച് നല്ലതായിട്ടാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? ഇനി നമ്മൾ ആ സ്റ്റഡ് ഉണ്ടാക്കി വെച്ചില്ലേ, അതെടുത്തിട്ട് ആ ഐപ്പിന്ന് അകറ്റിയിട്ട് ഈ ജുംക്ക അതിലോട്ട് കയറ്റി കൊടുക്കണേ. കയറ്റി കൊടുത്ത് നല്ലപോലെ കുറച്ച് നല്ലപോലെ അകറ്റി കൊടുക്കണം, എന്നാലേ നല്ലപോലെ കയറിപ്പോകത്തുള്ളൂ. കണ്ടോ, എനിക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നല്ലപോലെ അകറ്റി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇത് പഴയ പോലെ തന്നെ ആക്കുക. വളരെ ഈസിയാണ് എന്നാൽ കുറച്ച് സമയം പോകുന്ന പരിപാടിയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. താങ്ക് യു.